ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പറയാറുണ്ട്, ഇതിന്റെ ഹെഡിങ് എന്താണ്? ഒഴിവാക്കാൻ പാടില്ലാത്ത സുന്നത്തുകൾ എന്നാണ് നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഓരോന്ന് കേട്ടാലും നമുക്ക് തോന്നുന്നത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പറ്റൂല. ആ നിലക്കാണ്ടത് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അല്ല, എന്തല്ല ഒഴിവാക്കൽ ഹറാമാണ്, ചെയ്യൽ നിർബന്ധമാണ് എന്നർത്ഥത്തിലല്ല. കാരണം ഓരോന്നിനും പ്രതിഫലം നമ്മൾ പറഞ്ഞില്ലേ, അസറിന്റെ മുമ്പുള്ള മുവക്കത്ത് അല്ലാത്തത് പോലും കേട്ടാൽ നമ്മൾ എന്താവൂല, ഒഴിവാക്കൂല. ആ നിലക്കാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതിന്റെ ബാക്കി വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ പറയുന്നത്, ചർച്ച ചെയ്യുന്ന കാര്യമായ സംഗതി, മനുഷ്യൻ ഏറ്റവും അശ്രദ്ധമാകുന്ന സമയവും, അശ്രദ്ധമായ സമയങ്ങൾ പലതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഏറ്റവും നല്ല ഒരു സമയമുണ്ട്. പക്ഷെ ആ സമയത്ത് അധികം ആളുകളും ആരാണ്? അശ്രദ്ധരാണ്. അതാണ് നമ്മളെന്ന് പറയുന്നത്. അതിലൂടെ ഏത് വരും? പുതിയൊരു സുന്നത്ത് വരും. മനുഷ്യൻ അശ്രദ്ധമാവുകയും എന്നാൽ ആ സമയം വളരെയധികം നല്ല സമയമാവുകയും ചെയ്യുന്ന ഒരു സമയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നമ്മൾ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ സഹാബികളെ നമ്മൾ വീണ്ടും വീണ്ടും അനുസ്മരിക്കാറുണ്ട്. അല്ലാതെ നല്ലതാണ് എപ്പോഴെപ്പോഴും ഓർമ്മാവുന്നത്. ഇബ്നു മസ്ഊദിന്റെ ഒരു പ്രമുഖനായ ശിഷ്യനാണ് അസ്വദ് ബിൻ യസീദ് എന്ന് പറയുന്ന ഒരു മഹാനായ താബീങ്ങളിൽപ്പെട്ട ഒരു പ്രമുഖനായ പണ്ഡിതന്റെ. ഹിജ്റ 775 അവർ മരിക്കുന്നത്. ഹിജ്റ 75 കൂഫക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന്റെ സമയത്ത് അവർ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് ഉണ്ടായ ആളെന്നെയാണ്. ചെറുപ്പമായിരുന്നു, കൂഫക്കാരനായിരുന്നു. അപ്പൊ ആ സമയത്ത് നിബിധങ്ങളെ കാണാനുള്ള ഭാഗ്യമോ സഹാബിയാകാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടി അയച്ചു. റസൂലുള്ളാഹിന്റെ അടുത്ത് വരുമ്പോ നിബിധങ്ങളെ കാലത്ത് ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പല നാട്ടുകാരും ഇൽമിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കേടി സഹായം പറഞ്ഞു തരാനുള്ള ആലിമീങ്ങളെ അയച്ചിരണം എന്ന് പറയുമ്പോൾ പല പ്രാവശ്യം റസൂൽ അയച്ചു കൊടുത്ത ഒരു പ്രമുഖനായ സഹാബിയാണ് ആര്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. റസൂൽ പറയാറുണ്ട്, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഹലാലും ഹറാമും അറിയുന്ന ആളാണ് ആര്? മുആദ് എന്ന്. എല്ലാം പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും അവിടെ വേറെ കുറെ സഹാബികൾ ശ്രദ്ധിക്കുന്നവരും പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും ഇൽമില് റസൂൽ പറഞ്ഞ പലരും പറയപ്പെട്ടിട്ടുണ്ട്. കൊടുത്തൽ എണ്ണി പറഞ്ഞ ഒരാളാണ്, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഹലാലും ഹറാമും അറിയുന്ന ആളാണ് മുആദ് എന്ന്. സത്യത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിട്ടുപോകാൻ എന്താണ് ഭയങ്കര പ്രയാസമായിരുന്നു. റസൂലുള്ളാഹ് വിദേശികൾ വന്നാല് ആളാവശ്യപ്പെടുമ്പോ ആരെ പറഞ്ഞേക്കാന്നുള്ളവർക്ക് റസൂലിന്റെ സദസ്സിലേക്ക് വെക്കുമ്പോ എല്ലാരും തലത്തുന്നു. കാരണം എന്താണ്? എന്നെ ഇവിടെ ഉണ്ടാച്ചിട്ട് പോകാനുള്ള മടിയുണ്ടല്ലോ, റസൂലിനെ വിട്ട് പോകാനുള്ള മടിയുണ്ട്. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കി. വാഹനപ്പുറത്ത് മുആദ് റളിയല്ലാഹു അൻഹു അതിർത്തിയിൽ വരെ റസൂലുള്ളാഹി എന്ത് ചെയ്തു? മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? യാത്രയാക്കിയിരുന്നു. അപ്പൊ റസൂലുള്ളാഹി നടന്നു ഒപ്പം വരണം. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ഭയങ്കര അസ്വസ്ഥത. നബി, ഞങ്ങള് വാഹനപ്പുറത്ത് കയറി ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു. അതുവരെ പറ്റൂല മുആദ്, നീ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി കാര്യം പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് നീ തിരിച്ചു വരുമ്പോ ചിലപ്പോൾ ഞാൻ ഉണ്ടാവണമെന്ന് ഇല്ല എന്ന് ആര് പറഞ്ഞു? അപ്പൊ അത് ഭയങ്കര സങ്കടമായി. അങ്ങനെ തന്നെ ഉണ്ടായത്. പിന്നെ തിരിച്ചുള്ള പാരത്തിലായിരുന്നു, റസൂലില്ലായിരുന്നു. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ അപ്പൊ സങ്കടപ്പെട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു റസൂലിനെ പറഞ്ഞ സംഗതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നീ കാരണം
ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ ദുന്യാവും അതിലുള്ള സർവ്വതം കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് മുആദ് എന്ന് റസൂൽ ആരോട് പറഞ്ഞു? മുആദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അതാണ് ഈ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റേതൊക്കെ സാരില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. പിന്നെ മുആദ് റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം റസൂൽ വഫാത്തായി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുആദ് റളിയല്ലാഹു അൻഹു ഭയങ്കര ഓർമ്മ ഉണ്ടായിരുന്നു, ശ്രദ്ധ ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബത്തോട് പറഞ്ഞിരുന്നു, മുആദ് വരുമ്പോ മുആദിനോട് എന്ത് പറയണം? സലാം പറയണം എന്ന് റസൂൽ എന്ത് ചെയ്തിരുന്നു? മുആദ് റളിയല്ലാഹു അൻഹുക്ക് വേണ്ടി സലാം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറയും, മുആദ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയ സമയത്ത് അവിടെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന് ഇൽമ പഠിച്ച ആളാണ് അസ്വദ് ബിൻ യസീദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ. ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഭയങ്കര മദ്ഹ് പറഞ്ഞത് കാണാൻ കഴിയും. മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നല്ലോണം പുകഴ്ത്തിയിട്ടുണ്ട്. കാരണം പുകഴ്ത്താൻ മാത്രമുണ്ട്. ഇമാമിങ്ങളൊക്കെ പറയുന്നത് ഷാമിന്റെ മൂലധനം എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. റഅസുൽ മാൽ എന്നാണ്, ക്യാപിറ്റൽ. ഞങ്ങളുടെ നാടിന്റെ മൂലധനമാണ് ആര്? അസ്വദ് എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഭയങ്കര ആലിമായിരുന്നു, ഭയങ്കര ആബിദായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പകല് ഞാൻ പറയുന്നത്, ദീനിന്റെ നിയമങ്ങൾ പൊതുവായിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും ശരീരത്തിനെ നാശാക്കുന്ന അവസ്ഥ വരാത്തവർക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ചൊക്കെ ഈ ഭാഗത്തുകൾ എന്ത് ചെയ്യാം? ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ ശരീരത്തെ നാശാക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ ശരീരം അതിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇബാദത്ത് എടുക്കാം, രാത്രി ഉറപ്പുവയ്ക്കാം. നമ്മളെ ശരീരത്തിന് എന്തുണ്ടാകാൻ പാടില്ല? ക്ഷീണം വരരുത് എന്നുള്ളൂ. മനസ്സിലായില്ലേ? പണ്ട് ചാപ്പനങ്ങാടി വാപ്പുസ്ലിയാരുടെ ഒരു ചരിത്രത്തിൽ എൻ്റെ ഉസ്താദ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. വാപ്പുസ്ലിയാർ അറിയില്ല? ചാപ്പനങ്ങാടി വാപ്പുസ്ലിയാർ. അപ്പൊ വാപ്പുസ്ലിയാരെ പിന്നെ കൈമലോ കാൽമലോ ഒരു മുറി ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർമാർ ഉറക്കം വയ്ക്കരുത് എന്നാണ്. അപ്പൊ അപ്പുലിയർ പറഞ്ഞു എന്നാണ്, ഇത്ര കാലമായിട്ട് കാര്യമായി ഉറങ്ങാൻ, ഇപ്പൊ ഈ മുറിക്ക് വേണ്ടി ഇപ്പൊ ഉറങ്ങാതെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യില്ല, രാത്രി അതിന്റെ ഈ ഭാഗത്ത് കളയണില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഓരോരുത്തർക്ക് അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്ത് രാത്രി ഉറക്കം വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ക്ഷീണം ടയേർഡൊക്കെ ഉണ്ടായി പകല് പിന്നെ മറ്റുള്ള വിഭാഗത്തിനെ ബാധിക്കും. രാത്രി നേരം വെളുക്കോളം എന്ത് ചെയ്യാ? സുന്നസ്കരിക്കുക, എന്നിട്ട് സുബഹി ജമാഅത്തിന് വരാതെ എന്ത് ചെയ്യാ? ടയേർഡായി ഉറങ്ങുക. അങ്ങനൊക്കെ ആവുമ്പോഴാണ്, അല്ലെങ്കിൽ പകല് അയാൾ ജീവിതത്തിൽ ഈ മൈഷത്തിന് പോകേണ്ട ആളാണ്, മൈഷത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? അതാകാം. അങ്ങനെയൊക്കെ തടിയിട്ട് ഹലാക്കാക്കലാണ് ദീൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരാൾക്ക് ശരീരം അതിനൊക്കെ ഫിറ്റ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മഹാന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ പോയെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് അസ്വദ് ബിൻ യസീദ് എന്ന് പറയുന്ന ഈ മഹാനായ പണ്ഡിതൻ. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സവ്വാമൻ, കവ്വാമൻ, ഹജ്ജാജൻ എന്നാണ്. ചരിത്രത്തിൽ അദ്ദേഹത്തെ പറയുന്നത് സവ്വാമൻ. സവ്വാമൻ എന്ന എന്നും നോമ്പുകാരനായിരുന്നു. കവ്വാമന് രാത്രി നേരം വെളുക്കോളം നിസ്കരിച്ചിരുന്നു. ആകെ ഉറങ്ങിയിരുന്ന ഇശാമരുവിന്റെ കുറച്ച് സമയമാണ് അദ്ദേഹം. ആകെ ഉറങ്ങല് ഇശാമരുവിനെ കുറിച്ച്, അത് ഉറങ്ങാറിന്റെ ഇശാമരുവിന്റെ ഇടയിൽ ഉറങ്ങാൻ എത്ര സമയം ഉണ്ടാവും അറിയോ? അതിനത്ര സമയം ഉണ്ടാവോ? ഇല്ലല്ലോ. മാത്രമല്ല ഇശാമരുവിന്റെ ഈ ഭാഗത്തിനെ ഞാൻ പറഞ്ഞ മനുഷ്യന് ഏറ്റവും അശ്രദ്ധമാകുന്ന സമയം, എന്നാൽ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞ ഞാൻ ഹെഡിങ് പറഞ്ഞതിൽ ഇശാമരുവിന്റെ വിഭാഗത്തിനെ കുറിച്ചുള്ള ഹദീസാണ് ഇദ്ദേഹത്തിന് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം ആ ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം ഇശാമരുവിന്റെ ഇടയിൽ എത്ര ഉറങ്ങുമെന്ന് നമുക്കറിയാം. ജസ്റ്റ് ഒരു തൂക്കം അത്ര മതി. ശരിക്കുന്ന ആളുകൾക്ക് അത്ര മതി. അപ്പൊ അദ്ദേഹം ഇശാമരുവിന്റെ ഇടയിൽ ഒന്ന് തൂങ്ങലാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ബാക്കിയൊക്കെ ഫുള്ള് വിഭാഗത്തായിരുന്നു. രാത്രി നിസ്കരിക്കുമായിരുന്നു, പകൽ നോമ്പോക്കുമായിരുന്നു. പിന്നെ ഹജ്ജാജൻ എന്ന് പറയാൻ കാരണം എല്ലാ കൊല്ലവും ഹജ്ജിനും ഉംറക്കും പോകുമായിരുന്നു. ജീവിതത്തിൽ 80 ഹജ്ജാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? 80 ഹജ്ജ് ചെയ്തിട്ടാണ്. ആര്?
അസ്വദ് ബിൻ യസീദ് പറയുന്ന മഹാനാണ്. 80 ഹജ്ജ് ചെയ്തു. അപ്പോൾ 100 വർഷമൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. ചെറുപ്പത്തിലെ ഇസ്ലാം സ്വീകരിച്ച ആളാണ് മുആദിന്റെ. അപ്പൊ ജാഹിലിയ കാലത്ത് റസൂലുള്ളാഹി നുബുവത്തിന് തുടങ്ങിയ സമയത്ത് അദ്ദേഹം നുബുവത്തിന്റെ ആ തൊട്ട് മുമ്പ് ജനിച്ചിട്ടുണ്ടോ. അപ്പൊ ജാഹിലിയ കാലത്ത് ഉണ്ടായി എന്ന് പറയുമ്പോ അപ്പൊ 80 അങ്ങനെ നോക്കുമ്പോൾ 90, 100, 95 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഹജ്ജിന് വന്നിട്ടുണ്ടാവും. സൗകര്യപ്പെടുന്നതിൽ ഒരാൾ ഉംറ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഉംറക്ക് പോകണമെന്നല്ലോ. ഉംറ ചെയ്യാൻ സാഹചര്യവും സാമ്പത്തികവും സൗകര്യമൊക്കെ അനുകൂലമാണെങ്കിൽ ഉംറ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു മുടിയിട്ട് വലുതാവുമ്പോൾ തന്നെ ഓർക്കോ മുടി ഇങ്ങനെ കാണുമല്ലോ. മുടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഉംറ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? മുടി കളയും. പിന്നെ മുടിയിട്ട് പൊന്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഉംറ ചെയ്യും. എന്നാലും ഒരാൾ പറഞ്ഞ വേണം ഇബ്നു ഉമറിന് പറ്റും. കാര്യം ഇവരോ മക്കാരനാണ്, അവിടെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ പറയാം ഒരാൾക്ക് സാഹചര്യം അനുകൂലമാണെങ്കിൽ ഉംറ അങ്ങനെ ആവർത്തിക്കണേൽ എന്തൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഈ അസ്വദ് ബിൻ യസീദ് ആരുടെ ശിഷ്യനാണ്? മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്കറിയാം. ഒരിക്കലും അല്ലാഹു തആല ഹിദായത്തിന് മനുഷ്യനെ എങ്ങനെ കൊടുക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ദീനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്ത ആളായിരുന്നു ആര്? കാരണം എന്തായിരുന്നു? ആടിനെ നോക്കണ ആട്ടിടനായിരുന്നു. സുബഹി വാങ്ങും നേരം വിളിക്കണ മുമ്പ് ആടിനേറ്റ് മരുഭൂമിക്ക് പോകും. അസ്തമിക്കാൻ നേരത്തെ എന്ത് ചെയ്യും? ആടിനേറ്റ് കൂട്ടിക്കൊടുത്ത് തിരിച്ചാക്കും. പിന്നെ രാവിലെ പോവും, തിരിച്ചാക്കും. ഇതല്ലാത്തൊരു ലോകം ആർക്കില്ല, ഇബ്നു മസ്ഊദിന് ഇല്ല. മുശ്രിക്കുകളുടെ ഉപദ്രവം സഹിച്ചപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി മരുഭൂമിയുടെ യാത്ര പോകുമ്പോഴാണ് യാദൃശികമായിട്ട് ആരെ കാണുന്നത്? മസ്ഊദ് റളിയല്ലാഹുവിനെ കാണുന്നത്. അപ്പൊ രണ്ടാളും നല്ല ടയേർഡായിക്കണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് മനസ്സിലായി. റസൂലുള്ളാഹി ചോദിച്ചു, കുറച്ച് പാല് തരും. കാരണം രണ്ടാളും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ രണ്ടാളും നല്ല ടയേർഡാണെന്ന്. പക്ഷെ ഇബ്നു മസ്ഊദിനെ പറഞ്ഞത് എനിക്ക് തരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് ഇതിന്റെ ഉടമസ്ഥയിലുള്ള വേറെ അവസാനം അമാനത്താണ്. അന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടോളെ, എല്ലാ ചതിയും വഞ്ചനയും അനുമതിയായ ഒരു കാലത്ത് അന്ന് ടയേർഡായി വന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി. അതാണ് റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ഇബ്നു മസ്ഊദിനെ നോട്ട് ചെയ്യാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്റെ യജമാനോ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തില് പാല് എടുക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കറവില്ലാത്ത ഒരു ആടിനെ നമ്മൾ മുമ്പ് പറഞ്ഞാണ് ആ അഴക് തടവിട്ട് പാലെടുത്ത് കുടിച്ച് സിദ്ദീഖ് കുടിച്ച് ഇബ്നു മസ്ഊദ് കുടിച്ചു. അപ്പൊ ബിസ്മില്ലാ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി കണ്ടപ്പോ ഇബ്നു മസ്ഊദ് ഭയങ്കര അത്ഭുതമായി. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ആ മന്ത്രം എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഇബ്നു മസ്ഊദ് വിചാരത്തിങ്ങനെ ബിസ്മിൻ ചൊല്ലി തടവിയ ഏത് കിട്ടുമെന്നാണ്, പാല് കിട്ടുന്നു. അപ്പൊ ആ മന്ത്രത്തിന് വേണ്ടി റസൂലുള്ളാഹി പിന്നിൽ കുറെ നടന്ന്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ ഒരാളുണ്ട്, നീ ഭാവിയിൽ ഏറ്റവും വലിയ ആലിമായിരിക്കും എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു. ആ ആട്ടിടയനോട് ഭാവിയിലെ ഏറ്റവും വലിയ ആലിമാവും നീ എന്ന് പറഞ്ഞു. അതുപോലെയാണ് പോയതാണ്. പിന്നെ ഇബ്നു മസ്ഊദ് ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ റസൂലുള്ളാഹിനെ വന്ന് കണ്ട് ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിന്റെ കൂടെ എന്തായി? ഭയങ്കര ഇണക്കമായി, ബന്ധമായി. സത്യത്തില് സ്വഹായിബ് സിർ എന്ന് പറയുന്നത് രണ്ടാളുകൾക്കുണ്ട്. ഒന്ന് മഹായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആരാണ്? സ്വകാര്യ സൂക്ഷിപ്പുകാരനാണ്. മറ്റൊന്ന് ഇബ്നു മസ്ഊദാണ്. ഇബ്നു മസ്ഊദിനെയും സഹാബികൾക്ക് അറിയപ്പെട്ടിരുന്നു റസൂലുള്ളാഹിന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇബ്നു മസ്ഊദിന്റെ സ്വകാര്യത വേറെയാണ്, ഹുദൈഫ റളിയല്ലാഹുവിന്റെ സ്വകാര്യത വേറെയാണ്. ഹുദൈഫ റളിയല്ലാഹുവിന്റെ സ്വകാര്യത എങ്ങനെയാണ്? അത് മുനാഫിക്കുകളെ കുറിച്ചും കപടന്മാരെ കുറിച്ചുള്ള ആ ലിസ്റ്റുകളൊക്കെ ഫുള്ള് പറഞ്ഞു കൊടുത്തതാണ് ആര്? ഹുദൈഫ റളിയല്ലാഹു. ഇബ്നു മസ്ഊദിന്റെ സ്വകാര്യത നബിതങ്ങളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്ന ആളാണ് ആര്? ഇബ്നു മസ്ഊദ്. റസൂലുള്ളാഹിന്റെ എല്ലാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തില് അങ്ങേയറ്റം കുടുംബത്തിന്റെ ഉള്ളിൽ ഇടപെടാൻ റസൂലുള്ളാഹി അനുമതി കൊടുത്ത സഹാബിയാണ് ആര്? ഇബ്നു മസ്ഊദ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ കൂടെ നേലായിട്ടുണ്ടായിരുന്നു. നബി
എങ്ങനെ എത്രത്തോളം തന്നെ റസൂലുള്ളാഹി മിസ്വാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇബ്നു മസ്ഊദ് മനസ്സിലാവും. അപ്പൊ വേറെടുത്ത് മിസ്വാക്കിന്റെ പോകും അടുത്തേക്ക് റസൂലിന്റെ ഓരോ ചലനങ്ങളും അതാണ് സ്വകാര്യം പടുത്തറി. നബി അവിടെ ഇറങ്ങുകയാണെങ്കിൽ ചെരുപ്പ് ഊരി കൊടുക്കും. റസൂലുള്ളാഹി ചെരുപ്പ് ധരിക്കാൻ വന്ന് വേഗം പോയി ചെരുപ്പ് എടുത്തു കൊടുക്കും. വിസർജനം നടത്തുകയാണെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ഒരു മറയെ നിന്ന് കൊടുക്കും. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഒരു നിഴലായി ഒപ്പം നിന്നിരുന്ന സഹാബിയാണ് ഇബ്നു മസ്ഊദ്. അങ്ങനെ നബിന്റെ കൂടെ ഇരുന്ന് പഠിച്ച് വലിയ ആലിമായി. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം കാണാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് കൂടെ യാത്ര പോയത്. ഉമർ റളിയല്ലാഹുവിനെ കൂടെ കുറച്ച് അനുയായികളുണ്ട്. അപ്പൊ അപ്പുറത്ത് ഒരു യാത്ര വേറൊരു സംഘം അങ്ങനെ യാത്ര പോകുന്നു. ഇരുട്ടത്താണ്. അപ്പൊ രണ്ട് സംഘങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണില്ല, അറിയണില്ല. അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോ അവിടെ നിന്നുള്ള മറുപടികളൊക്കെ ത്രാസൊപ്പിച്ചുകൊണ്ട്. അപ്പോ ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്ത് ത്രാസൊപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ എവിടുക്കാ പോകണം? അപ്പൊ മിൻ ബൈത്തിൽ അത്തീഖ് ഇലാൽ ബൈത്തിൽ അത്തീഖ്, ഇങ്ങോട്ട് പോവുകയാണ്, കഅബത്തിലേക്ക് പോകണം. ഇങ്ങനെ ഓരോന്ന് ത്രാസൊപ്പിച്ച് വെക്കുമ്പോ രാഷ്ട്രീയ ചോദിച്ചു, അല്ല നിങ്ങളെ കൂട്ടത്തില് ഇബ്നു മസ്ഊദ് ഉണ്ടോ എന്ന് ആര് ചോദിച്ചു? അപ്പൊ ഒരു പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട്? ഇവരെല്ലാം ചോദിക്കണേനൊക്കെ ഭയങ്കര സാഹിത്യത്തിൽ ത്രാസപ്പിച്ച് ഇങ്ങനെ മറുപടി പറയുമ്പോ ആശുപത്രി ചോദിച്ചു, നീ ഒന്ന് ചോദിച്ചു നോക്കാം ആ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ചോദിച്ചപ്പോ അഫീഖും ഇബ്നു മസ്ഊദ്, അതെ. അപ്പൊ പറഞ്ഞു അതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഇബ്നു മസ്ഊദ്. ഒരു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, മാലിക് ഇമാമ് മാലിക് ഇമാം പറഞ്ഞ മദീനയിലെ മദ്ഹബിന്റെ പ്രമുഖനായ ഇമാമാണ്. മാലിക് ഇമാമ് ഒരിക്കലും സദസ്സിലിരുന്ന് ചോദ്യം ചോദിച്ചു. അപ്പൊ ആരും മറുപടി പറയുന്നത്. അപ്പൊ ആ മൂലയിൽ നിന്ന് ഒരാൾ മറുപടി പറഞ്ഞു. രണ്ടാമത് ചോദ്യത്തിനും ആ മൂലക്ക് നിന്ന് ഒരാൾ മറുപടി പറഞ്ഞു. ഒരാൾ പറയുന്നത്. മൂന്നാമത് ചോദിച്ചപ്പോ മാലിക് ഇമാം ചോദിച്ചു, ആ മൂലക്കൽ ഷാഫി ഇമാമില്ലേ എന്ന് ആര് ചോദിച്ചു? മാലിക് ഇമാം. കാരണം അതിനൊക്കെ മറുപടി അവിടുന്ന് ആരും മറുപടി. ഷാഫി ഇമാമ് നാട്ടിൽ പോയിട്ട് രണ്ടാമത് വന്ന് മാലിക് ഇമാം എന്തില്ല, മാലിക് ഇമാമ് അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ പോയി ഇരുന്നതാണ്, സദസ്സിലേക്ക് നേരെ കയറി ചെല്ലുന്നതാണ്. അപ്പൊ മറുപടിയൊക്കെ ഒപ്പമുള്ള ആളുകൾക്ക് ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാ മാലിക് ഇമാം വെച്ചു, അവിടെ ആരില്ലേ? ഷാഫി ഇമാം ഇല്ല. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ജനങ്ങളെ കേൾപ്പിച്ച ആളാണ് ആര്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അന്ന് സഹാബികളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. നമുക്ക് ഖുർആൻ ഖുറൈശികളെ കേൾപ്പിക്കണം. ആരാ പോവെന്ന് വെച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ പോയിക്കോളാം എന്ന് പറയുകയും. ആർക്കും അതിനുള്ള താല്പര്യമില്ല. കാരണം അങ്ങനെ തല്ലുള്ള ആളുടെ ആരോഗ്യമൊന്നും ആർക്കില്ല, ഇല്ല. പിന്നെ അവിടെ പോയി എന്ത് ചെയ്ത് പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഇങ്ങനെ ഓതി കൊടുത്തപ്പോ തന്നെ ഇതാരാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇതാരാണ്, ഇത് ഇബ്നു മസ്ഊദ് ആണ് എന്ന് മനസ്സിലായി. അവരെല്ലാം കൂടി ഇബ്നു മസ്ഊദിനെ മർദ്ദിച്ച് ചോരക്കൊലിച്ചിട്ട് ഇബ്നു മസ്ഊദ് ലാസ്റ്റ് എന്ത് ചെയ്തു? അടി കിട്ടുമ്പോഴും ഓതാനുള്ളതിന്റെ എന്റെ വരെ പെനക്കെട്ട് ഓതാണ് ആര്? ഇബ്നു മസ്ഊദ്. അങ്ങനെ അത് ഏകദേശം എല്ലാം കിട്ടി, അടിയും കിട്ടി, ഓതലും കഴിഞ്ഞപ്പോ എന്തുപോയി? നേരെ സഹാബികൾക്കിടയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ചോര ഒന്നായിട്ട് ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു, എന്തിനാ ഇബ്നു മസ്ഊദ് ഇങ്ങനെ വിഷമായില്ലേ എന്ന് വെച്ച് പറഞ്ഞ്, ഇപ്പോഴും അള്ളാഹുവിന്റെ ശത്രുക്കൾ എനിക്ക് വളരെ നിസ്സാരമായി തോന്നാണ്. നിങ്ങൾക്ക് സമ്മതം തരണമെങ്കിൽ നാളെ ഇതിന്റെ ബാക്കി ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? ഒതുക്കിപ്പിക്കും എന്നാണ് ആര് പറയുന്നത്? ഇബ്നു മസ്ഊദ് സഹാബിയോട് പറഞ്ഞു. പിന്നെ സഹാബികൾ സമ്മതം കൊടുത്തിട്ടില്ല. കാരണം കൊടുത്താൽ എന്താ, പിറ്റേന്ന് അതിന്റെ ബാക്കി ഉണ്ടാവുന്ന അറിയല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് എന്നാണ് പറയുന്നത്, മനുഷ്യന് ഏറ്റവും അശ്രദ്ധമാവുന്ന ഒരു സമയമുണ്ട്. സൂറത്തുൽ വാഖിയന്റെ ഏറ്റവും വലിയ ഒരു ചരിത്രത്തിൽ ഇബ്നു മസ്ഊദിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മരിക്കാൻ നേരത്തെ ഇബ്നു മസ്ഊദ് ഇങ്ങനെ കരയണ കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമോ? ഭയങ്കര കരച്ചില്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു?
ബുദ്ധിമുട്ടെന്താ? ഞാൻ ചെയ്ത കുറെ തെറ്റുകളാണ് എന്റെ പ്രശ്നം എന്ന് ഉസ്മാൻ ആര് പറഞ്ഞു? ഇബ്നു മസ്ഊദ് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ വിചാരിച്ചത് ഇബ്നു മസ്ഊദ് ഡ്യൂട്ടിയിലൊന്നും ഏതും എങ്ങനെയില്ല, സാലറി വേങ്ങലില്ല, അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതെല്ലാം കൂടി ഞങ്ങൾക്ക് ഒന്നിച്ചിപ്പോൾ തരാം, നിങ്ങളെ മക്കൾക്ക് കൊടുത്തു, നിങ്ങൾ ഏതായാലും ടയേർഡായില്ലേ, അപ്പൊ നിങ്ങൾക്ക് മക്കൾക്ക് ഉപകാരം കംപ്ലീറ്റ് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കൊണ്ടിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ പ്രശ്നമൊന്നുമല്ല, എന്റെ മക്കൾ പട്ടിണി നിങ്ങൾ നോക്കും വേണ്ട, എന്റെ മക്കൾ പട്ടിണി എടുക്കാനുള്ള പണി എന്റെ നബി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നു രാത്രി ഇതാവൊക്കെ എത്തി ഓതിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല, പട്ടിണി ഉണ്ടാവില്ല, ആവശ്യവും ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞു. ഒരാളിലേക്ക് ഒരാവശ്യവും അയാൾക്ക് ഉണ്ടാവില്ല. എന്ന് ഇതാവൊക്കെ എത്തി ഓതുന്ന ആൾക്ക് അയാൾ നിന്റെ കാര്യം നടന്നെങ്കിൽ ഇയാൾ നിന്റെ കാര്യം നടന്നെങ്കിൽ എന്നുള്ളൊരു ആവശ്യം അയാൾക്ക് ഉണ്ടാവില്ല. അയാളെ കാര്യം ആര് നടത്തി കൊടുക്കും? പഠിച്ചോ നടത്തി കൊടുക്കും. അവിടെ എന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് എന്തില്ല, ബേജാറില്ല എന്ന് ഇബ്നു മസ്ഊദ് പറയുന്നു. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, മനുഷ്യൻ അശ്രദ്ധമാവുന്ന ഏറ്റവും വളരെ അശ്രദ്ധമാകുന്ന ഒരു സമയമാണ്, എന്നാൽ എത്ര നല്ല സമയമാണ്. പക്ഷെ ആ സമയം മനുഷ്യൻ എന്ത് ചെയ്യാണ്, അശ്രദ്ധമാവുകയാണ്. ഹദീസാണ് ഞാൻ പറയുന്നത്. കാല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിഅമത്ത് സഅത്തുൽ ഉഫ്ലത്തി, മനുഷ്യന്റെ അശ്രദ്ധയുടെ ഒരു സമയമുണ്ട്, അത് എത്ര നല്ല സമയമാണ്. മനുഷ്യന്റെ അശ്രദ്ധയുടെ സമയമാണ്. അധികാലവും അശ്രദ്ധയുടെ സമയം, കാരണം ആ സമയം വളരെ പെട്ടെന്ന് പോവും, അധികാലക്കും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാറില്ല. പക്ഷെ അത് ഏറ്റവും നല്ല ഉപകാരമുള്ള സമയമാണ്. ഏതാണ് സമയം? ഇശാ-മഗ്‌രിബിന്റെ ഇടയിലുള്ള ആ ഒരു സമയം, പ്രത്യേകിച്ച് നിസ്കരിക്കാം, മറ്റെന്തും ചെയ്യാം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ ഒരിക്കൽ ഞാൻ പള്ളി കൂടിയ സമയത്ത് മരിസ്കാരം കഴിഞ്ഞ് സുന്നത്തിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ റസൂൽ എന്ത് ചെയ്യും? സുന്നത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. അങ്ങനെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എന്നും 6 റക്അത്ത് മരിസിന്റെ സുന്നത്തിന്റെ ശേഷം വേറെ നിസ്കരിക്കും. അപ്പൊ അമ്മാർ റളിയല്ലാഹു ചോദിക്കണ്ടേ, നമുക്കറിയില്ല അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അല്ലെ, ഇസ്ലാമിലെ ഉമ്മയും ബാപ്പയും ഷഹീദായ ആദ്യത്തെ ഷഹീദാണ്, ശുഹദാവിന്റെ മകനാണ്, ശുഹദാക്കളുടെ മകനാണ് ആര്? ഉമ്മാണ് ആദ്യം ഷഹീദായി, പിന്നെ വാപ്പി ഷഹീദായി. ബദറിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് 2 ശുഹദാവിന്റെ മകനാണ്. ബദർ യുദ്ധമാണ് ഇസ്ലാമിൽ ആദ്യം ഉണ്ടായ യുദ്ധം. ആ യുദ്ധത്തിന് വരുമ്പോൾ 2 ഷഹീദിന്റെ മകനായിട്ടാണ് ആര് വരുന്നത്? അമ്മാർ യാസിർ വരുന്നത്. ഇസ്ലാമിലെ ഫൈറ്റ് നടക്കൽ ഫസ്റ്റ് അവിടെ നിന്നാണ് ഷഹീദന്മാരുണ്ടാകുന്നത്. പക്ഷെ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അമ്മാറിന് ഓൾറെഡി 2 കുടുംബത്തില് ശുഹദാക്കളുണ്ട്. ഉമ്മയും ബാപ്പി ഷഹീദാണ്. ഇമ്മയും ബാപ്പി ഷഹീദായിട്ട് പോലും അമ്മാർ ഇബ്നു യാസിറിന് ഒരു നിരാശയോ ഒരു വിഷമമോ ഒന്നും അമ്മാർ യാസിർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം റസൂലുള്ളാഹി കണ്ടപ്പോ അമ്മാർ ഇബ്നു യാസിർ അങ്ങേയറ്റം ടയേർഡായിട്ടുണ്ട്, ക്ഷീണിച്ചിട്ട് വിഷമിച്ചിട്ട് കണ്ണുമുറക്ക് ആകെ വാടിയിട്ടുണ്ട്. അപ്പൊ പിതാവും ഉമ്മയും മരിച്ചിട്ട് പോലും കാണാത്തൊരു ദുഃഖം, അത്രയും ടയേർഡായിട്ട് അമ്മാറിനെ കണ്ടപ്പോൾ റസൂൽ അത് നോട്ട് ചെയ്തു. റസൂൽ ചോദിച്ചു, എന്ത് പറ്റി അമ്മാറ് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇന്നലെ എന്റെ ജീവിതത്തില് വലിയൊരു ദുരന്തം സംഭവിച്ചു നബിയെ എന്ന് അമ്മാർ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താ ദുരന്തം? ഇന്നലെ അവിശ്വാസികൾ എന്നെ എന്ത് ചെയ്തു? വല്ലാതെ പേടിപ്പിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. ഒരു മലയെ ആണ് അത് ചെയ്തിട്ടെങ്കിൽ ആ മല വരെ തകർന്നു പോകും. അത്രയും അദ്ദേഹത്തിന്റെ കാഠിന്യം പറയാണ്. അത്രയും എന്നെ ഉപദ്രവിച്ചു. ഉപദ്രവത്തിന്റെ അവസാനത്തിൽ എന്റെ ശരീരം മുഴുവൻ ഒരു പൊള്ളലേൽപ്പിച്ചു. എന്നിട്ട് അതൊന്നും എന്റെ പ്രശ്നമില്ല, അതൊക്കെ എന്നും കിട്ടണേനാണ്. പക്ഷെ എന്നിട്ട് അവരെന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിച്ചു. അവരുടെ ഇലാഹായ ലാത്തിനെയും ഉസ്സനെയും എന്നെ ബലമായി നിർബന്ധിപ്പിച്ച് പുകഴ്ത്തി പറയിപ്പിച്ചു നബിയെ. അതെനിക്ക് വല്ലാത്ത വിഷമമായി എന്ന് ആരോട് പറയുന്നത്? ഞാനത് പറഞ്ഞുപോയി. സർവശക്തനായ അള്ളാഹുവിനെ മറന്നതല്ല, അള്ളാഹുവിനെ ഒഴിവാക്കി ലാത്തയെ ഉസ്സയെ പറയേണ്ടി വന്നു.
അതാണ് എന്റെ ദുഃഖം, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് റസൂലുള്ളാഹിനോട് ആര് പറഞ്ഞു? അമ്മാർ ഇബ്നു യാസിർ. അപ്പൊ റസൂൽ ചോദിച്ചു, അമ്മാറെ, ആ സമയത്ത് നിന്റെ മനസ്സിൽ എന്തായിരുന്നു? നിന്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു? അങ്ങനെ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു? ഇല്ല, എന്റെ മനസ്സ് ഫുള്ള് അള്ളാഹുവിൽ അലിഞ്ഞു ചേർന്നിട്ട് തന്നെയാണ്. എന്റെ വായ കൊണ്ട് അവരെന്നെ കൊണ്ട് ബലമായി പറയിപ്പിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാരില്ല. അപ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങി. എന്ത്? അപ്പൊരായത്തിറങ്ങി ആർക്ക് വേണ്ടിയിട്ട്? അമ്മാർ ഇബ്നു യാസിറിന് വേണ്ടിയിട്ട്. എന്താ അറിയാതെ? മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി. ഈമാൻ വിശ്വസിച്ച ശേഷം ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ, പക്ഷെ ആര്? ഇല്ലാമൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ബലപ്രയോഗത്തിലൂടെ ഈമാനോട് നല്ല ഇഷ്ടമുണ്ടായിട്ട് ഇതിൽ നിന്ന് പുറത്തായ ആളല്ല കേട്ടോ എന്ന് പറഞ്ഞാല് അമ്മാർ ഇതില് പെടൂല. വലാകിൻ മൻ ശറഹു ബിൽ കുഫർ സദറ ഫഅലൈഹിം വലബല്ലാഹി വലബും മിനല്ലാഹി വലഹും അദാബുൻ അലീം. സൂറത്തുൽ നഹലിലെ 106-ാമത്തെ ആയത്താണ്. അല്ലാതെ മനഃപൂർവ്വം കുഫറിലേക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഈമാൻ വിശ്വസിച്ച് വീണ്ടും കുഫറിലേക്ക് പോയാൽ അള്ളാഹുവിന്റെ കഠിനമായ കോപം അവർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ആയത്തിറങ്ങിയ റസൂൽ പറഞ്ഞു, അമ്മാറെ, ഇനി ഒരു കാര്യം ചെയ്തോണ്ട് അത് പ്രശ്നമില്ല, അള്ളാഹു തആലക്ക് മാപ്പ് വന്നിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിച്ച ഇനിയും പറഞ്ഞോണ്ടി എന്ന് പറഞ്ഞു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട്? അമ്മാർ. ഒന്നിക്ക് കൊല്ലണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിടണം. ഇത് കൊല്ലില്ല, അങ്ങനെ പീഡിപ്പിച്ച് മനുഷ്യനെ അടങ്ങാനൊക്കെ ചില രീതികളുണ്ട്. അതാണ് ഇവിടെ അമ്മാർ യാസിർ സംഭവിച്ചത്. അമ്മാർ യാസിർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് അമ്മാർ ഇബ്നു യാസിറിന്റെ പേരിലാണ് ഉള്ളത്. എന്താ? ലോകത്തിലെ ആദ്യത്തെ പള്ളി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തതും അതിന്റെ പ്ലാൻ ആസൂത്രണം ചെയ്തതും അതിനുള്ള നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ചും ആ പള്ളി ഉണ്ടാക്കാൻ മുന്നിൽ നിന്നതും ആരാണ്? അമ്മാർ ഇബ്നു യാസിർ. ഏതാ പള്ളി? മസ്ജിദ് ഖുബ. മദീന വന്നപ്പോ ആദ്യമായി അതിനെ പ്ലാൻ ചെയ്തിട്ട് മദീനക്കാരെ വിളിച്ചിട്ട് നമുക്കൊരു പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കിയതാ മസ്ജിദ് ഖുബ. അതാരുണ്ടാക്കിയതാ? അമ്മാർ ഇബ്നു യാസിറിന്റെ നേതൃത്വത്തിൽ നടന്നതാണ് ആദ്യത്തെ പള്ളി. അമ്മാർ ഇബ്നു യാസിർ മസ്ജിദ് ഖുബയുടെ പ്രത്യേകത എന്താ? അവിടെ നിസ്കരിച്ചാൽ ഉംറ ചെയ്ത കൂലിയാണ് അവിടെ നിസ്കരിച്ചാൽ. ഈ അമ്മാർ ഇബ്നു യാസിർ എന്നും മഗ്‌രിബിന് ശേഷം എന്ത് ചെയ്യും? 6 റക്അത്ത് നിസ്കരിക്കും. അപ്പൊ ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നും 6 റക്അത്ത് നിസ്കരിക്കുന്നത്? അപ്പൊ പറഞ്ഞ മറുപടി, എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ ഞാൻ കാണാറുണ്ട്, നബി തങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ 6 റക്അത്ത് മഗ്‌രിബിന് ശേഷം നിസ്കരിക്കാറുണ്ട്. അബൂ ഹുറൈറ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സല്ല ബഅദൽ മഗ്‌രിബി 6 റക്അത്തിൻ ലം യതകല്ലം ഫീമാ ബൈനഹുന്ന ബിസുഇൻ ഉദിൽന ബിഇബാദത്തി 12 സനത്തൻ. ഒരാൾ മഗ്‌രിബിന്റെ ശേഷം 6 റക്അത്ത് നിസ്കരിച്ച് അതിന്റെ ഇടയിൽ വേറെ സംസാരങ്ങളൊന്നുമില്ല, അത് 12 വർഷത്തെ ഇബാദത്തിന് തുല്യമാണ് എന്നാണ്. ഇബ്നു മാജ, തുർമുദി ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ നമ്മളെ മദ്ഹബിന്റെ ഷാഫി മദ്ഹബിലെ പിന്നെ എല്ലാ പണ്ഡിതന്മാരും ഇതൊരു സുന്നത്തായിട്ട് ഫിഖ് കിതാബിലൊക്കെ എഴുതിയിട്ടുണ്ട്. സ്വലാത്തുൽ അവ്വാബീൻ എന്നതിന് ഇതിന് പ്രത്യേകമായിട്ട് പേര് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നിസ്കാരം അതിൽ പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ഈ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ വിലപ്പെട്ട സമയം. അധികം ആളുകളും അത് വഫലത്തിലേക്ക് പോകും. അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച് പുറത്തേക്ക് കണ്ട് ഇറങ്ങി 4 വർത്താനം പറയുമ്പോൾ ഏതാവും? ഇശാൻ കൊടുക്കും. അപ്പൊ ആ സമയം അല്ലാഹു തആലക്ക് ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യം. അപ്പൊ സഹാബികൾ എന്ത് ചെയ്യും? മഗ്‌രിബ് നിസ്കരിച്ച് ഇശ വരെ നിസ്കരിക്കും. ചിലവർ 6 റക്അത്ത് നിസ്കരിച്ച് ബാക്കി ഖുർആൻ ഓതും. എന്തെങ്കിലും ഇപ്പൊ ഓരോരുത്തർക്ക് ദായിമായ ദിക്റുകളുണ്ട്. ചിലപ്പോ പിന്നെ സംബന്ധിച്ചിടത്തോളം ഇശാ മഗ്‌രിബിന്റെ നിസ്കരിക്കാൻ സമയം കിട്ടില്ല. കാരണം നമ്മൾ എന്നും ചെല്ലുന്ന കുറെ പതിവായ ദിക്റുകളുണ്ട്. അപ്പൊ അതന്നെ തീർക്കണം. അപ്പൊ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു ഇബാദത്തുകൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മഗ്‌രിബ് മുതൽ ഇശ വരെ എന്ത് ചെയ്യാം? ഒന്നിലെ പഠനത്തിലോ അങ്ങനെ മനുഷ്യനെ അശ്രദ്ധമാകാതെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വീട്ടിലാണ്
മാക്സിമം പള്ളി സൗകര്യം ഉണ്ടെങ്കിൽ ഇശ വരെ എന്ത് ചെയ്യുക, പള്ളിയിൽ ചെലവഴിക്കലാണ് നല്ലത്. അല്ലെങ്കിൽ സാഹചര്യങ്ങളോ കറ്റുകളോ ഉണ്ടെങ്കിൽ എന്ത് വീട്ടിലിരുന്നിട്ടും ആ സമയം എന്ത് ചെയ്യുക, ഖുർആനോത്തോ. കാരണം നമ്മൾ പതിവായി ഓതുന്ന സൂറത്തുകൾ ഒരു ഓതാൻ അതിന് തന്നെ സമയമുള്ളൂ. ഇതാവാക്ക, യാസീൻ, തജദ, സജദ, അല്ലേ, മുൽക്ക്, ഫുസിലത്ത്, ദുഖാന്, അല്ലേ, വാക്യ, നമ്മൾ പറഞ്ഞു. ആ 7 സൂറത്തുകൾക്ക് തന്നെ സമയം ഉണ്ടാവും. ശരിക്കും 3 യാസീൻ തന്നെ ഇശാവരെന്ത് ചെയ്യും, പെട്ടെന്ന് തീരും. അപ്പൊ മനുഷ്യന് ഏറ്റവും അശ്രദ്ധമാവുന്ന സമയവും എന്നാൽ സമയത്തിൽ വെച്ച് ഏറ്റവും ഉപകാര സമയമാണ്. ഞാൻ 6 റക്അത്ത് അവ്വാബി നിസ്കാരം, ഇനി ഒരു മനുഷ്യന് അതിന് കഴിയില്ലെങ്കിൽ വേണമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവ്വാബി നിസ്കരിച്ചാലും എന്താവും, അസ്റ് സുന്നത്ത് കിട്ടും. ഞാൻ പറയുന്നത് വെച്ചാല് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് മുഅക്കദാ സുന്നത്ത് പോലും നമ്മൾ എന്താ ചെയ്യാൻ പാടില്ല ആ സമയത്ത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ മഗ്‌രിബിന് ശേഷമുള്ള ആ 2 റക്അത്ത് സുന്നത്തിന് എത്ര പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകള് തത്ജാഫ ജുനൂബും, ചില സഹാബികള് തത്ജാഫ ജുനൂബും അനിൽ മവാജി എന്ന് പറയുന്ന, അതായത് തഹജ്ജുദിനെ ഉദ്ധരിക്കുന്ന ആയത്ത് ഉണ്ട്. തഹജ്ജുദിന് റിസ്ക് തെളിയിക്കുന്ന ആളുകളെ പറ്റി പറയുന്ന ആയത്തുണ്ട്. ആ സമയം ഇതാണ് എന്ന് പറയുന്നവരുണ്ട് മുഫസ്സിറുകൾ. ആ സമയം ഏതാണ്? അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു തആല തജാഫ ജുനൂബിൽ അനിൽ മവാജി, ഇത് ഏതാണ്? ഇത് നസലത്ത് ഫിൻതിറാറി സ്വലാത്തി അല്ലത്തി തുദാ അൽ അത്തമ. ഈ ആയത്തിറങ്ങിയത് ഇശാ നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന, അത്തമത്തറ ഉദ്ദേശിക്കുന്ന ഇശാ നിസ്കാരം, ഇശാ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കൊഴിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. കിടപ്പറ വിട്ട് ഇബാദത്തിലേക്ക് പോകുന്നവരെന്നാണ് ആയത്തുള്ളത്. അപ്പൊ ഈ ആയത്തിറങ്ങിയത് ഇശാ നിസ്കരിച്ചു വേണം എന്ത് ചെയ്യണം, ഈ ഉറങ്ങണം. അപ്പൊ ഉറക്കൊഴിച്ച് ഇശാ നിസ്കാരം വരെ ഉറക്കൊഴിച്ചിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇശാ മഗ്‌രിബിന്റെ ഇബാദത്തുമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഹസനായ സ്വീകാര്യമായ പരമ്പരയിലൂടെ ആരുദ്ധരിച്ചിട്ടുണ്ട്. മാനാനുസൃതാനും ഉദ്ദേശിച്ചത്. അപ്പൊ മനുഷ്യനെ വെച്ചുള്ള ഏറ്റവും അശ്രദ്ധമായ സമയവും ഏറ്റവും ഉപകാരപ്പെടുന്ന സമയവുമാണ് മഗ്‌രിബിന്റെ ഇശായുടെ ഇടയിലുള്ള സമയം. മാത്രമല്ല ഈ സമയം ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇശാൻ മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തീരെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുകൂടി മനസ്സിലാക്കണം. മുഅക്കദാ സുന്നത്തുമാണ് ഏത് മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്ത്. ആ നിസ്കാരം അവ്വാബി, ആ നിസ്കാരം ഞാൻ പറയുന്നത്, ആ നിസ്കാരം ഇല്ലിയിൽ ഏതും എന്നാണ് ഹദീസുള്ളത്. ഇല്ലിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഉന്നതരായ ആളുകൾ ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഏത്? ഇല്ലിയിൽ. ഇന്നൽ അബ്റാറ ലഫി ഇല്ലിയിൽ, ലഫി ഇല്ലിയിൽ അല്ലേ. നല്ല നല്ല ആൾക്കാരുടെ ഏടുകൾ എവിടെയുണ്ടായാല് ഇല്ലിയിലാണ്. ഇല്ലിയിൽ പറഞ്ഞാൽ എന്താ? പിന്നെ അവിടെ മലക്കുകൾ യശ്ഹദുൽ മുഖറബൂന്നല്ലേ, പ്രത്യേകമായ മലക്കുകൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ കാവലിക്കുന്ന. അപ്പൊ ആ നിസ്കാരം എന്താവില്ല, പിന്നെ ഒരു നിലക്ക് എവിടെയൊന്നുമില്ല, നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇത്രേ ഉള്ളൂ. മഗ്‌രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം ചെയ്യാൻ പാടില്ല, അതും ഒഴിവാക്കാൻ പാടില്ലാത്തത്. പിന്നെ അതിന്റെ ശേഷം ഓരോരുത്തർ ആയിരത്തിനും ആഫിയത്തിനനുസരിച്ച് ഇശ വരെ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മൾ പറഞ്ഞു കേട്ടും എല്ലാം സ്വലീഹ് അമലാക്കി സ്വീകരിക്കട്ടെ.